ഗീവവേ കൊടുക്കുന്നുണ്ട്. ഇതിന് ഗീവവേ കൊടുക്കുന്നുണ്ട്. വേണമെന്നുള്ളവർ വന്നാൽ അതെ അതെ, രാവിലെ മുതൽ രാത്രി വരെ നിർത്താതെ സംസാരിക്കുന്ന ഈ ബൊമ്മ ഗീവവേ കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. ആരെയും മെൻഷൻ ചെയ്യണ്ട, നേരെ തിരുവനന്തപുരത്ത് എന്റെ വീട്ടിലോട്ട് വന്നാൽ ഇതേ ഇരിക്കും. ഒട്ടുകൊട്ടെന്നാണ് ഇടയിൽ സുന്ദരിയുടെ കണ്ണില് സുന്ദരിക്കിനി ഹലോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് എക്സാക്റ്റ് വൺ വീക്ക് ഈ ഓണം. അത് കഴിഞ്ഞ ഞായറാഴ്ച കല്യാണം, ഈ ഞായറാഴ്ച ഓണം. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാഴ്ചയിൽ ഒറ്റ ദിവസം ഒരു 3 മണിക്കൂർ മാത്രമാണ് ട്രിവാൻഡ്രത്ത് ഈ വീട്ടിൽ നിന്നിട്ടുള്ളത് കേട്ടോ. കാരണം അത്ര ഓട്ടമായിരുന്നു, ഹോട്ടലിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചേർത്തല പോയി, കൊല്ലം പോയി, നന്ദുവിന് കുറച്ച് വയ്യായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി. അപ്പോൾ ഇന്ന് ഓണമാണ്. ഇന്ന് 7 മണിക്കാണ് ഞാൻ എണീക്കണം. എൻ്റെ അടുത്ത് അപ്പം 7 മണിക്ക് എണീറ്റാൽ മതി. ഞങ്ങൾ നാട്ടിൽ പോവാം, നന്ദുവിൻ്റെ നാട്ടിൽ. അപ്പം ട്രിവാൻഡ്രത്തെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ഓണം ഞാൻ പറഞ്ഞു എനിക്ക് പൂവിടണം, അവരവിടെ ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് പൂവിടണം എന്ന് പറഞ്ഞുകൊണ്ട് പൂവൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ നന്ദു എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ രാവിലെ എണീക്കാം കേട്ടോ, ഞാൻ എണീറ്റിട്ട് നിന്നെ എണീപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നന്ദു എണീറ്റില്ല, ഞാൻ എണീറ്റു ഗൈസ്. അപ്പം പാപ്പാമ്മ ചായ ആയി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപ്പാമ്മയ്ക്ക് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കണം നമുക്ക് ഓണായിട്ട്. അപ്പം ഹാപ്പി ഓണം. ഇന്നത്തെ ഓണം ഞങ്ങളോടൊപ്പം നിങ്ങളും കൂടണം. അപ്പം ഇന്ന് ഓണസദ്യയൊക്കെ നാട്ടിലാണ്. നന്ദുവിൻ്റെ നാട് പാറശാലയാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോവും. ബിഫോർ ദാറ്റ് എൻ്റെ ഇന്നത്തെ ഓണം കോസ്റ്റ്യൂം എനിക്ക് ഡേ നായർ ഇന്നലെ ഗിഫ്റ്റ് ചെയ്തത്. ഞാൻ അവിടെ പോയപ്പോൾ അവർ എനിക്ക് ഓണം ഗിഫ്റ്റ് ചെയ്തത്. സാരി ഉടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാരി ഉടുക്കണമെങ്കിൽ എനിക്കങ്ങനെ പ്രോപ്പറായിട്ട് അറിയില്ല. ഞാൻ സാരി ഉടുക്കുന്നത് ഷോസിൽ, പിന്നെ കല്യാണത്തിന് 3-4 ദിവസമായിട്ട് സാരി ആയിരുന്നു. അപ്പം സ്റ്റൈലിസ്റ്റൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. എനിക്ക് സാരി ക്യാരി ചെയ്യാൻ അറിയില്ല. പഠിക്കണം ആഗ്രഹമുണ്ട്. പിന്നെ അതിനുവേണ്ടി പപ്പാമ്മ ബുദ്ധിമുട്ടണം അവിടെ വരെ പോകണമെങ്കിൽ. അപ്പം ഞാൻ വെച്ചു ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇങ്ങനെ ഒരു ഡ്രസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നന്ദു പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, കുറേ സൈഡിൽ സാരി ഉടുക്കണമെന്ന്. അപ്പം നന്ദുവിനെ വിളിച്ച് എണീപ്പിക്കണം, നമുക്ക് പൂവിടണം. ഓക്കെ, സ്പെഷ്യൽ ചായ ഇതെൻ്റെ സ്പെഷ്യൽ ചായ. എങ്ങനെ പിടിക്കും പപ്പാമ്മ? എന്നാൽ നന്ദുവിൻ്റെ ചായ കൊടുത്തിട്ട് വരാം. എനിക്ക് ഇതിലാണ് പപ്പാമ്മ ചായ തരുന്നത്, കാരണം എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. സോ ഈ ചായ ഇത് നമ്മുടെ മിനി അടുക്കള കേട്ടോ, അടുക്കളയുടെ പുറത്തുള്ളത്. പപ്പാമ്മ ഇത് സേഫ് ആയിരിക്കാൻ വേണ്ടി ഇതൊക്കെ വലിച്ചു കിട്ടിയിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ട് വരട്ടെ? ഇത് കൊടുത്തിട്ട് വാ. ഓക്കെ, അവരെയും കൂടെ വിളിച്ചിട്ട് വരാം. ഓക്കെ. നന്ദുവിൻ്റെ ഒരു അനിയൻ കസിൻ ഉണ്ട്, അപ്പോൾ അവനെയും കൂടെ വിളിക്കണം. ഗൈസ് ഇത് രണ്ടും കൂടെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വീഴും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വെച്ചിട്ട് വീഡിയോ ഓൺ ചെയ്യും. അയ്യോ ഇതെങ്ങനെ ഓൺ ചെയ്യും? ഗൈസ് ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾ റൂം കാണാതിരിക്കുകയാണ് നല്ലത്. ബിക്കോസ് എല്ലാം വാരി വെച്ചിട്ടേക്കുവാണ്. നന്ദുവിന് വയ്യത്. ഗുഡ് മോർണിംഗ് നന്ദു. ഗുഡ് മോർണിംഗ് നന്ദു ചേട്ടാ. ഗുഡ് മോർണിംഗ് നന്ദു ചേട്ടാ. എനിക്ക് ഓണം ഇന്ന് 8 മണി. ഹാപ്പി ഓണം. പശുവാ താക്ക്. അയ്യോ വീഡിയോ. ഹാപ്പി ഓണം. ഇത് നന്ദുവിന്റെ ഫോണാ, നന്ദുവിന്റെ ഫോണിലെടുത്ത് ഓണം വ്ളോഗ്. ഫസ്റ്റ് ഓണം. സാരില്ല, അയ്യോ വേണ്ട, ഷർട്ടില്ലേ നോക്കട്ടെ. ഷർട്ടില്ലേ? ഷർട്ടില്ല. നന്ദുവിന്റെ കാലിന് വയ്യ. എവിടെ കാല് കെട്ടി വെച്ചേക്കാണോ? കാലിന് കുറച്ച് നീരൊക്കെ ഉണ്ട് കേട്ടോ. സാരില്ല. ഞാൻ ചായ കൊണ്ടുവന്നിട്ടുണ്ട്. പറ്റാത്ത മണിക്ക് നിൽക്കണ്ടല്ലേ. ഞാനല്ല പേടിക്കണ്ട, പാപ്പാമ്മ ഇട്ട ചായ. എനിക്കൊരു സ്പെഷ്യൽ കപ്പ് സ്പെഷ്യൽ ചായ കൊണ്ടുവരാം. ഇങ്ങനെ പോകുമ്പോൾ AC ഓഫ് ആയിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയായിരിക്കും. നീ വേനലിൽ പൊള്ളാതെ നീ. എന്റെ ഓണം കോസ്റ്റ്യൂം നോക്കൂ, ലൂസാ കുറച്ച്. ഇന്നലെ ഫാത്തിമ വന്നത്. നന്ദുവിന്റെ ഓണം കോസ്റ്റ്യൂം മുണ്ടെടുക്കൂലേ ഇന്ന്?
കുളിക്കടവില് പെണ്ണുങ്ങളെ തോർത്തിട്ടിട്ട് വീടൊക്കെ കാണിച്ചില്ല, ഒരു ദിവസം കാണിക്കാമല്ല. പപ്പൻ വിളിക്കണ്ട് എടുക്ക. എനിക്ക് ഹെൽപ്പ് ചെയ്യണം. അനന്തുവിനെ വിളിച്ചു കഴിഞ്ഞാൽ അനന്തു ഹെൽപ്പ് ചെയ്യും. പൂക്കളൊക്കെ ഇടണം. അപ്പൊ ചായ കുടിക്കാണ് നമ്മൾ കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നന്ദു ഇങ്ങനെ ഇരിക്കും. ഫൈനലി എന്നെ സഹായിക്കാൻ പപ്പമ്മ തന്നെ ഇറങ്ങി. നന്ദു ഇറങ്ങാത്തോണ്ട് പപ്പമ്മ തന്നെ എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഏറ്റവും പാടിക്ക് പൂ നുള്ളാനാ. നിങ്ങൾ നുള്ളാനാന്ന് പറയലല്ലേ, നമ്മൾ തൊല്ലാൻ. ഞങ്ങൾ തമ്മിൽ ഭാഷാ ക്ലേശങ്ങൾ വരുന്നുണ്ട്. ഇത് പപ്പാമ്മ പകുതി കംപ്ലീറ്റ് ചെയ്തു, ഇനി കുറച്ചുള്ളൂ. അത് റോസാപ്പ് പപ്പാമ്മ തൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത്രയും അതും കംപ്ലീറ്റ് ആയി, ഇത്രയും ബാക്കിയുണ്ട്. ഇത്രയും ഇത് വേസ്റ്റ്. എന്ത് വെട്ടി? അരി വെക്കണ വെട്ടി എവിടെ? ഇതാണോ നിങ്ങൾ അരി വെക്കുന്ന വെട്ടി? പണ്ട് ഇതിൽ അരി വെക്കോ? അരി അരിച്ച് വെക്കണം. ഇങ്ങനെ എന്തിന് നമ്മൾ പൊടിക്കാൻ കൊടുക്കണ അങ്ങനെയുള്ള സാധനം. ഊറ്റാൻ വെക്കണത്. ഓ ഇത് എങ്കിൽ നമ്മൾ ഏകദേശം ഒന്ന് തീർന്ന ഒന്ന് തുടങ്ങിക്കൂടെ? ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞല്ലോ. ഇനി ഏതാ തുടങ്ങണ്ട്? അത് തന്നെയല്ല, അവിടെ ഇടാൻ തുടങ്ങണ്ടേന്ന്. ഇടാൻ തുടങ്ങാം. ഇടാൻ തുടങ്ങുമ്പോ ഞാനിത് പപ്പ ഞെട്ടും ഇന്നെ പൂക്കളം കണ്ടിട്ട്. നിങ്ങൾ സാധാരണ പൂക്കൾ ഇടാറുണ്ടോ? ഇല്ല, ഒരുപാട് വർഷമായി കൊച്ചിലെ അങ്ങ്. അയ്യോ, ഇനി ഞാൻ വന്നിട്ടാണല്ലേ. ഓ, നീ വരട്ടേന്നിരുന്നു. ഇവിടെ പെൺപിള്ളാരില്ലാത്തോണ്ടേ നീ ഞാൻ പൊളിക്കും. പൊളിച്ചും ഇതൊക്കെ വരുമോ അതുപോലെ? എന്താ ഞാൻ പറയുന്നതൊക്കെ വരുമോന്ന്? അതുപോലെ വരും. അത് സാരില്ലെന്ന്. അച്ഛനെ കളിക്ക്. മിസ്റ്റർ രാമേന്ദ്രൻ നായർ, നിങ്ങൾ അറിയുന്നുണ്ടോ ഞാൻ ഇവിടെ പൂക്കൾ ഇടുന്നത്? ഇത്ര വർഷങ്ങൾക്ക് ശേഷം വീട്ടില് പൂക്കൾ ഇടാൻ പോവാ. ഇത് എന്റെ സ്പെഷ്യൽ ചായ. നന്ദുവിനിട്ട ചായ അല്ല, എനിക്ക് പപ്പമ്മ സ്പെഷ്യൽ ഹോർലിക്സ് ഒക്കെ കലക്കിയിട്ട് ചായ ഉണ്ടാക്കി തരും എപ്പോഴും. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഹോർലിക്സിന്റെ മണം ഇവിടെ അടിക്കുന്നുണ്ട്. ശരിയാ, എന്റെ ചായയിൽ ഇടണതാ. എനിക്ക് വേണ്ടി സ്പെഷ്യൽ ഹോർലിക്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഈ വീട്ടില് എല്ലാരെ കൊണ്ടും ഞാൻ പണിയിപ്പിക്കും. അവിടെ അനന്തവും പപ്പാമ്മയും എല്ലാരെ കൊണ്ടും. ഇനി ഞാൻ പൂക്കൾ ഇടാൻ പോവാണേ. കുറച്ചുണ്ട്, ഞാൻ തുടങ്ങാൻ പോവാ പൂക്കൾ ഇടാൻ. നമ്മള് രാവിലെ ഒരു 10 മണിയാകുമ്പോ ഞാൻ എണീക്കും, അമ്മ എണീക്കും. അമ്മ രാവിലെ എണീക്കും, ഞാനൊരു 10 മണിയാകുമ്പോ എണീക്കും. എന്നിട്ട് പാർസലൊക്കെ പോകും. അല്ല, ഇവിടെ ഇത് എനിക്കൊന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ വീട്ടില്, അല്ലേ അമ്മ? ഞാൻ കൊളാക്കും. ഇതാണ് എൻ്റെ ലക്ഷ്യം. ഇവിടെ പുറത്ത് കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഈ കാർ. നന്ദുവിന് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ വണ്ടിയാണ് ഇവിടെ. മറ്റു വണ്ടി നന്ദുവിൻ്റെ വണ്ടി എറണാകുളത്ത് കിടക്കുക. പിന്നെ അപ്പം ഇവിടെയാണ് ഇത് ഇവിടുത്തെ ഷൂറാക്കാൻ. ഞാൻ ഒരു ദിവസം ഹോം ടൂർ കാണിക്കേ. അപ്പം ഇവിടെയാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് ഡിസൈനൊന്നുമില്ല, വട്ടത്തിൽ കുറേ നോക്കണുണ്ടെന്നേ. കുഴപ്പമില്ലല്ലോ. അവിടെ ഏട്ടൻ വരയ്ക്കും. അവിടെ എല്ലാവരും ഉണ്ടാവും. തലേദിവസം എല്ലാവരും ഇരുന്നതൊക്കെ ചെയ്യും. അപ്പം അമ്മ രാവിലെ വിളിച്ച് അപ്പം അവിടെ വീഡിയോ കോൾ ചെയ്യാമെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടേ. അപ്പൊ അവിടെ കുറെ ആൾക്കാരില്ലേ, നമ്മള് പിള്ളേര് മൊത്തം. നമുക്ക് ക്ലബില് പൂക്കള മത്സരം ഉണ്ടാവും. ഞാൻ വീട്ടിൽ ആദ്യത്തെ ഓണത്തിനാണ് ഞാൻ വീട്ടിലില്ലാതിരിക്കണം. എപ്പോഴും വീട്ടിലുണ്ടാവും. കാരണം മറ്റേ പ്രോഗ്രാംസ് ഒക്കെ, ദുബായ് പ്രോഗ്രാമിലൊക്കെ വരും ഓണം കഴിഞ്ഞിട്ടാണല്ലോ. ഓണത്തിന് എങ്ങനെയാണെങ്കിലും ഉത്തരാടത്തിന് എത്തിയില്ലെങ്കിൽ ഓണത്തിന് വീട്ടിൽ എന്തായാലും ഞാനും വീട്ടിൽ. എത്ര ഓണം ഞാൻ നിന്നെ കൊണ്ടുപോയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഓണം മസ്റ്റാണ്. ഓണം വിഷു വീട്ടിൽ നിർബന്ധമാണ് ഉണ്ടാവുന്നത്. അപ്പം ഇപ്രാവശ്യം ഞാനില്ലാത്തതാണ്. അപ്പൊ ഇന്നലെ സച്ചു എന്റെ കസിൻസ് ഒക്കെ മെസ്സേജ് അയക്കുക, അത് ഞാൻ നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞു, നന്ദു ഇവിടെ നന്ദുവിന് സാരില്ല, നമുക്കിവിടെ ആഘോഷിക്കാം. എന്നിട്ടാണ് നന്ദു ഇവിടെ ഒരു പൂക്കൾ ഇടുന്ന ശീലമില്ല. ഇവിടെ അങ്ങനെ പരിപാടിയില്ല. കാരണം ഒന്നാമത് നന്ദു 2-3 ഓണത്തിനൊന്നും നന്ദു ഇവിടെ ഇല്ല. അപ്പം ഒറ്റയ്ക്കല്ല, പപ്പ നാട്ടിൽ പോകും. അതെ, അവനെ ഞാൻ വിചാരിച്ചു ഇവിടെ ഇടാം. ഓക്കെ, നിന്റെ പൂക്കളം നടക്കട്ടെ. ക്ലൈമാക്സ് കാണിക്കാം അല്ലേ? അതെ, അതെ. ഇനി ഇവിടെ നമുക്ക് ഇനി പാർസല പോണം.
ചൂടാമണി ഇവിടെ ഉണ്ട്. ഞാൻ വന്നിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം 3-4 മണിക്കൂറേ ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി മൊത്തം ഞാൻ നന്ദിച്ചേട്ടനെ പോയി. ശരി. ഓക്കെ. ഹായ്, ജഗന്നാഥൻ തമ്പുരാനാന്ന് തോന്നുന്നു. കണ്ടില്ലല്ലോ എന്റെ പൂക്കളം. അനന്ത് ഹെൽപ്പ് ചെയ്തിട്ടാ ലാസ്റ്റ്. നിക്ക് വെയിറ്റ്. അയ്യോ ഇവർക്ക് കാണിച്ചില്ല. വെയിറ്റേ വരല്ലേ. ഓക്കെ വാ. താങ്ക് യു. ഹാപ്പി ഓണം. അങ്ങനെ ഞങ്ങളെ ആദ്യത്തെ ഓണാഘോഷം അതിസമൃദ്ധമായി നല്ലൊരു പൂക്കളത്തോടെ. എടാ നിനക്ക് ഇതിലൊരു തെറ്റ് കാണിച്ചു തരാൻ പറ്റുമോ? ഹാപ്പി ഓണം മാറി എന്നെ തിരിഞ്ഞു പോയി. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടത് സാരമില്ല, ഫാഷനാന്ന് പറഞ്ഞത് ആരെങ്കിലും ചോദിച്ചത്. ഇന്റർവ്യൂ പാറുവിന്റെ ചാനലിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹാപ്പി ഫ്ലെയിംസിൽ നമ്മുടെ ഓണം സെലിബ്രേഷന്റെ ആദ്യത്തെ ഓണം സെലിബ്രേഷൻ അവിടെയായിരുന്നു. അതെ എല്ലാരും കാണണം കേട്ടോ. അതെ കാണിച്ചു പപ്പാമ്മ ഫൈനല് നോക്ക്. അമ്മ റെഡി ആയിട്ടില്ല. ഇല്ല പപ്പാമ്മ ഇവിടെ ഓട്ടോ ആയിരുന്നു. നോക്ക് ബാബാ. അല്ലല്ല നോക്കിട്ട് പോ. അനന്തൂനെ അറിയാം. അവൻ ലൈറ്റ് എങ്ങനെയുണ്ട്? എത്ര നാളായ ഓണപ്പൂ ഇട്ടിട്ട്? ലാസ്റ്റ് റൗണ്ട് അവനാണ് ചെയ്തത്. അനന്തു എന്റെ ഓർമ്മയിലേ ഇല്ല കേട്ടോ. ഞങ്ങള് സാധാരണ ഞാനിവിടെ ഉണ്ടാവാറില്ല. അപ്പൊ അമ്മ യൂഷ്വലി അവിടെ കുഞ്ഞമ്മയുടെ അടുത്ത് പോകും. പാർസല പോകും. ഇവന്റെ വീട്ടിൽ അനന്തുവിന്റെ വീട്ടിൽ പോകും. അവിടെ ഇത് ആദ്യമായിട്ടല്ലേ അമ്മ? ആദ്യമായിട്ടല്ലോ, കുറെ വർഷങ്ങൾക്ക് ശേഷം അല്ലേ അങ്ങനെ ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഗൈസ് അമ്മ പോയി കുളിച്ചിട്ട് വാ അമ്മ. അപ്പൊ ഇത്ര നേരം ഓട്ടായിരുന്നു ഇവിടെ. മരുന്ന് വയ്ക്കുന്ന കാര്യം കാലും തൊണ്ടയൊന്നും. ഇതൊരു ഉടായിപ്പ് പൂക്കളാന്ന് പറയോ? നോക്ക് ഏട്ടാ ഏച്ചി അമ്മയും പറഞ്ഞു അടിപൊളിന്ന്. ഞാൻ മുരളിയുടെ അടുത്ത് കോപ്പി എടുത്താ. ഞങ്ങള് ഒരു മിനിറ്റ്, ഞങ്ങള് പോവാൻ വേണ്ടി നിക്ക. എന്താ ഇവിടെ ഇനി അടുത്ത പൂക്കളം കാണിക്കാം. അടുത്ത പൂക്കളം ഇതെന്താണിത്? മാത്തമാറ്റിക്സ് ക്ലാസ്സാ? അല്ല, ഞാൻ ഇല്ലാതിരുന്ന കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. എന്റെ പൂക്കളം തന്നെ വലുത്. അപ്പൊ അവിടെ പോയി വിളിക്കാട്ടോ അമ്മ. അപ്പൊ അതേ ഞങ്ങള് അവിടത്തെ കോലാഹലങ്ങൾ, വീട്ടിലെ ഓണപ്പൂക്കളവും എന്തായാലും പറയുന്ന ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാരാന്ന് ഓർമ്മയുണ്ടോ? ഇങ്ങോട്ടൊക്കെ ചൂടുവേ. ഇദ്ദേഹം കുറെ നാളായിട്ട് കാണാനില്ലായിരുന്നല്ലോ. ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ചൂടു ഇത്രയും നേരം എന്നെ നോക്കിയിരുന്നു. അതെ, എല്ലാരും ചോദിക്കാം ജാടയാ ചൂടു. അതെ, ഇതാണ് നമ്മുടെ ചൂടാമണി. ഇത്രയും നാളായിട്ട് ഇവിടെ ആയിരുന്നു. അപ്പൊ ചൂടുമായിട്ട് ഞങ്ങൾ പോവാണേ. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്ന? പാറശാലയ്ക്ക്. ഡ്രൈവർ മാഡം ഇവിടെ. ഡ്രൈവർ മാഡം ഉണ്ട്. അമ്മ എവിടെ? അപ്പൊ ഞങ്ങള് പാറശാലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൂടു എന്ത് ചാടയാണ് ഇത്രയും നേരം എന്നെ പോയിക്കൊണ്ടിരുന്നേ? ഹലോ ചുതുകൊണ്ട് അനന്തുണ്ട്. അതെ ചുടു. അതെ അനന്ത് ഹായ് പറഞ്ഞു. അപ്പൊ നമ്മള് പാറശാലയിലോട്ട് പോവാണ് കേട്ടോ. ഇത് നമ്മുടെ പുതിയ കന്യാകുമാരി ഹൈവേ ആണ്. അയ്യോ ഭയങ്കര വീല. അതാണ് തിരുവല്ലം ടോൾ കന്യാകുമാരിയിലോട്ടുള്ള വഴിയാണ്. കന്യാകുമാരി വഴിയാണ് ഞങ്ങൾ പാറശാല പോകുന്നത്. തിരുവല്ലം ഇവിടെയാണ് പരശുരാമ ക്ഷേത്രമുള്ള. ലോകത്തിൽ തന്നെ ഏക പരശുരാമ ക്ഷേത്രം ഇവിടെയുള്ള. ഓക്കെ, അപ്പൊ ഞങ്ങള് പരശുരാമൻ മഴ പറഞ്ഞ് കേരളം ഉണ്ടായില്ലേ അമ്മ? അപ്പൊ ഞങ്ങളിത് പോവുകയാണ്. ഓക്കെ, ഇനി പാർസലിൽ പോയിട്ട് കാണാം അല്ലേ? അപ്പൊ ഇതാ നമ്മൾ എവിടെ എത്തിക്കുന്നേ?
മാറവാടിയല്ല, മാറാടി എത്തി. ഇവിടെ വയ്ക്കട്ടെ. ആ ഇവിടെ ഇവിടെ നമ്മള് ലഗേജ് ട്രാൻസ്പോർട്ട് ചെയ്യും. അതെ, ഇനി നടന്നങ്ങോട്ട് പോകാം. ചൂട് വേണ്ടിയിട്ടും ചൂടുകൊണ്ട് സ്ഥലം മനസ്സിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചൂട് മറ്റേ അമ്മയ്ക്ക് ഇത് ഊരാൻ ഭയങ്കര പാടാ. ഇളകി കൊടുത്തേ. അപ്പൊ നിങ്ങൾ മറ്റേതിൽ എങ്ങനെ ഇടണേ? ഒന്നിലും ഇടൂലാന്ന്. ഇത് കേസാവും. ഇറങ്ങാം, ഇറങ്ങാം. ചൂട് ഇത്രയും നേരം മടിയിലായിരുന്നു. ഇറങ്ങാം. അങ്ങനെ നമ്മള് കാല് വയ്യ, ചൂട് വികലാംഗനാണ് നിന്റെ ഡാഡി. വണ്ടി ഇവിടെ ചൂട് എന്നെ കൊണ്ട് പോകുന്നു. ബാ, ഇത് അമ്മുനെ അറിയാലോ. അമ്മുവാണ് നമ്മളെ ട്രാൻസ്പോർട്ടർ. ഇതാ വീട്ടിലോട്ട് പോകുന്ന വഴി ഇതാ. ഞാൻ ഇവിടെയാണ്. പിന്നെ ഇവിടെ ഓടിക്കളിച്ച് നടന്ന സ്ഥലം ഇവിടെയാണ്. ഈ ചൂട് എന്തായി കാണിക്കുന്നോ? അവിടെയാണ് നമ്മുടെ തറവാട് വീട്. ഒരുപാട് കോഴികളുണ്ട് കേട്ടോ എന്നെ പോലെ. അവിടെയാണ് നമ്മുടെ സ്ഥലം. അയ്യോ, കാലുമില്ല. അങ്ങോട്ട് വഴി കാണിച്ചോട്ടോ. ഞങ്ങളുടെ നമ്മളെ വീട്ടിലോട്ട് പോകുന്ന വഴി. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പണ്ട് ഇവിടെ ഒന്നും മതിലുമില്ല, ഇത്രയും വീടുകളും ഇല്ല. ഫുൾ പറമ്പായിരുന്നു. ഞങ്ങൾ ഓടിക്കളിച്ച് നടന്നിരുന്ന സ്ഥലമാണ്. വിക്കറിൽ ഓടിക്കളിച്ച് നടന്ന സ്ഥലത്തോട്ട് വേറെ പെണ്ണുമായിട്ടൊക്കെ വരുന്നു. അതെ, വിക്കറിൽ ഓടിക്കളിച്ച് നടന്ന സ്ഥലത്തോട്ട് അങ്ങനെ അല്ലേ? എവിടെ ചിഹ്നം? ഇവിടെ ഈ കാല് ഈ ചുമയുള്ളതുകൊണ്ട് കഫ്സിറപ്പ് കുടിച്ച് കഴിഞ്ഞാൽ ചുമയും കാലും. അതെ, ഇതാണ് എൻ്റെ അമ്മയുടെ വീട്. അമ്മൂമ്മയുടെ വീട്. നമ്മുടെ ലളിതാഭവൻ. അത്തപ്പൂക്കളം പുസ്തകം. ഞങ്ങളെ സ്വീകരിക്കാൻ അമ്മൂമ്മ ആകെ മറ്റേ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക്, ഹൽദിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കളർ. അമ്മൂമ്മയ്ക്ക് പനി, എല്ലാവർക്കും അവൻ പനിയാ. അത് എന്താ ഫുഡ് എന്തായാലും നോക്കാം. ഫുഡ് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ചിറ്റപ്പ അപ്പുറത്ത് വെച്ച് പായസം ഉണ്ടാക്കണം. അപ്പൊ വേണോ? ഫുള്ള് പോകാതെ പായസം തിളക്കണമൊക്കെ. ചിറ്റപ്പൻ സ്പെഷ്യൽ പായസം. ഇത് ഞങ്ങളുടെ ചായ്പ. നമ്മൾ എന്താ പറയാ? നമുക്ക് ചായ്പല്ല. ഇവിടെ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കൂല്ലേ ഇതില്? ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്ത് ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങൾ ഇവിടെ ഇരുന്നല്ലേ എന്ത് നല്ല ഉറക്കം വരും ദിവസം വരെ. ഇത് മാറ്റും. സോണിയാഗാന്ധിനെ പോലെ അപ്പൊ നമ്മള് കഴിക്കാൻ പോവാണ്. അതെ, ആനന്ദമുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളൊരു സദ്യ കഴിച്ചിട്ട് ഒരു 1.5 ഉറക്കം. എനിക്കാണെങ്കിൽ ഇപ്പോഴേ ഉറങ്ങില്ല. ഈ ആ മരുന്നിൻ്റെ കഫത്തിനുള്ള ചുമയ്ക്കുള്ള കഫ് സിറപ്പ് കുടിക്കുന്നുണ്ട്. കഫ് സിറപ്പിന് ഇത്ര പവർ ഉണ്ടായിരുന്നു ഞാൻ അറിയില്ല. ഇങ്ങനെ ഉറങ്ങി വീഴ. എവിടെ ആരെ വിളിക്കുന്നു? അപ്പം ഞങ്ങളിത് കഴിച്ചിട്ട് കഴിക്കുന്ന കാണിച്ചില്ല. കഴിക്കാൻ കാണണമെന്നില്ല, സദ്യ എല്ലാവരുടെയും സദ്യ തന്നെയാണ്. സദ്യ കഴിക്കാൻ പോകാം. അപ്പം നമ്മൾ കഴിച്ചിട്ട് ബാക്കി കാണാം. കാരണം അനന്തുവിനെ ഇരിക്കണം. അനന്തുവാണ് ക്യാമറ. ഷെയറിടാത്തവരൊക്കെ പുറത്തു പോകും. 1, 2 ആദ്യം അതിന് പറഞ്ഞു. എന്റെ അനിയന്റെ സ്നേഹമാണ്. എന്റെ അനിയന്റെ അല്ല, എന്റെ കുഞ്ഞുമേര്. താങ്ക് യു. കൊടുത്ത ആളെ കൊണ്ടുവാ. ഫോണ് ഞാനുണ്ട്. അപ്പൊ നമ്മളത് ഓണക്കൂടി കഴിഞ്ഞു, ഊണ് കഴിഞ്ഞു. ചൂടോടും ഊണും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം മസ്റ്റാണ്. അമ്മോ, കൊച്ചങ്ങോട്ട് നീക്കടാ. ചിക്കൻ തപ്പുക ചൂടും.
സാധനം ഒളിപ്പിച്ചു കൊടുക്കാറുണ്ടല്ലോ. ചൂട് ചിക്കൻ തപ്പിട്ട് കിട്ടുന്നില്ല. അയ്യോ സെറ്റ്. അങ്ങനെ ഓണത്തിന്റെ ഏകദേശം പകുതിയോളം എത്തിയല്ലേ. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള എന്താ പായസം വേണ്ട. ആനന്ദ് പോകുന്നില്ല അങ്ങനെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഓണമായിരുന്നു. ഉച്ചവരെ ഒരു ബഹളവും ഇല്ല. വളരെ ശാന്തവും സമാധാനമായിട്ട് അല്ലേ. ഇനി നല്ലൊരു ഉറക്കുറങ്ങി എണീറ്റ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ഓണക്കളികൾ, ഓണ ഗെയിംസ്. അതെ, അപ്പം ചൂടും തളർന്നു. അതെ, സ്പോൺസർഡ് ബൈ അമ്മു. ചൂട് ചെയ്ത് തളർന്നു, ചൂട് റെഡിയായി. ഞങ്ങൾ നല്ല തളർന്നു. എനിക്കൊന്നാമത് കാല് വയ്യ, നല്ല ചുമ. എൻ്റെ ഒരു കഫ് സിറപ്പ് കുടിക്കുമ്പോൾ പിന്നെ ഒരു വല്ലാത്തൊരു മൂകതയാ, ഭയങ്കര കിക്ക. എന്നോട് കൂടെ പായസവും. നമ്മളൊരു ഉറക്കം ഉറങ്ങി എണീറ്റിട്ട് ബാക്കി പരിപാടിയാണ്. ഇത് മിക്കവാറും നാളേക്കായിരിക്കും കേട്ടോ. ഓണത്തിന്റെ പിറ്റേന്നായിരിക്കും വീഡിയോ വരുന്നത് എന്തായാലും. അതെ അതെ. അപ്പം താങ്ക് യു. നമ്മൾ ഒന്ന് ഉറങ്ങിയിട്ട് വരാം അല്ലേ. സുന്ദരിക്ക് പൊട്ട് തൊടാൻ വേണ്ടി അമ്മു സുന്ദരീനെ വരയ്ക്കുന്നു. ഓണക്കളികൾ ആഘോഷമായി തുടങ്ങുവാനായി ഇതാ അമ്മു വരയ്ക്കുന്നു സുന്ദരി. എന്റെ അമ്മൂമ്മയുടെ ചായയുള്ള മുഖം. ആദ്യം നമ്മള് കുടുംബത്തിലേക്ക് വലിഞ്ഞേറി വന്നവർക്കാണ് ആദ്യത്തെ പരിഗണന. നോക്കട്ടെ, കള്ളക്കളി കളിക്കൂല അമ്മേ. എങ്ങനെ കള്ളക്കളി കളിക്കുന്നത് കാണൂല. നോക്കട്ടെ, കാണാവോ? ഞാൻ കള്ളക്കളി കളിക്കില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അമ്മേ ഈ കണ്ട നാളത്തേക്ക് വേണം കേട്ടിട്ടാണ്. ശരി, ആ പോട്ടെ. ചൂട് എന്താ ചൂട് നോക്കി. ചൂട് എന്തൊക്കെയാ ഏകദേശം ഒരു സ്ഥലത്താക്ക് നേരെ. ആ സുന്ദരി, ആ അതാണ് സുന്ദരി നമ്മുടെ. ആ സുന്ദരി എത്തി. ഓ എന്റെ അമ്മേ. ആ ഓ വാ. പൊട്ട് നീ പൊട്ട് താഴെ പോയി. പൊട്ട് താഴെ പോയി. പൊട്ട് പൊട്ട് താഴെ കിടക്കുന്നു. പൊട്ട് താഴെ കിടക്കുന്നു. ഓ പൊട്ട് വെച്ചെടുത്ത് വെച്ചേ. ഞാൻ വെച്ചെടുത്ത്. കള്ളക്കളി കാണിക്കരുത്, ക്യാമറ ഒരു കാര്യം ചെയ്താ മതി. ഒട്ടിയോ? ആ പിന്നെ പൊട്ട് നോക്കട്ടെ. ഓ കറക്റ്റ് എങ്ങനെയാ സാധിക്കുന്നതോ സുന്ദരിയുടെ കണ്ണില്. സുന്ദരിക്ക് നീ അടുത്തത് അനന്തുവാണ്. ആ എത്തി എത്തി എത്തി. അതല്ല, അത് കേറ്റ്. അതും കേറ്റ്. എടാ തൊട്ടു നോക്ക്. ഒട്ടുന്നുണ്ടോ അത്? എടാ ഇതെന്ത് ഊടായിപ്പോയത്? ഇതെന്ത് ഊടായിപ്പാടായത്? അങ്ങനെ അളക്കാൻ പറ്റും? ഇതിലെന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, അടുത്തത് കുഞ്ഞമ്മ. ഞാൻ ഒരു കാര്യം വേട്ടെ. മറ്റേ മിഥുനത്തില് ഇന്നസെന്റിനെ പോലെ ഇവിടെ ഒരാൾ നിക്കട്ടെ, എല്ലാം അളന്ന് മുറിച്ച് അങ്ങോട്ട് പൊട്ടിക്ക് സാമി. ഇപ്പഴേ ഞാനൊന്നുമില്ല. അവസാനം എത്ര നേരായിന്നറിയോ പൊട്ട് കൊടുത്താ. വിജയായിട്ട് അനന്തുവിനെ തന്നെ പ്രഖ്യാപിക്കേണ്ടി വരുമെന്ന് തോന്നി ഇപ്പഴേ. അനന്തു കള്ളക്കളിയാണ്. നീ രണ്ടു അവളെ കറങ്ങി തിരിഞ്ഞ കയ്യിൽ കൊടു. നോക്കട്ടെ. എത്തി. ആ എത്തി. സുന്ദരിയെ കെട്ടിപ്പിടിയല്ല, സുന്ദരിയെ. ആ കറക്റ്റ് കേട്ടോ, ഷാർപ്പ്. ചുമ്മാ അല്ല അനന്തു നീ കഴിവൊക്കെ കിട്ടിയത്. കറക്റ്റ്. ഇത് മറ്റേ പഴയ നസീർ സാർ കണ്ണിന്റെ താഴെ ഉണ്ണി വെക്കത്തില്ല, അത് തന്നെ. ആ അമ്മ കള്ളക്കളിയുടെ രാജകുമാരി. പിന്നെ നിന്റെ കൂടെ എന്തായാലും കള്ളക്കളി കാണിച്ചേ കാണാം. ഇപ്പൊ കണ്ടോ? പക്ഷെ അനന്ത് കൺഫേം കള്ളക്കളി കേട്ടോ, ഇത് നടക്കത്തൊന്നുമില്ല. ആ അതേ പോകുന്നടാ, അതേ പറഞ്ഞു പോലും കൂടെ. ആ നോക്കട്ടെ. എത്തിയില്ല എത്തിയില്ല എത്തിയില്ല. ആ എത്തി എത്തി. ആ അവിടെ തന്നെ എത്തി. സ്ഥലം എത്തി. ഗേറ്റ്. ആ അപ്പൊ അമ്മ അളന്ന് നോക്കുന്നുണ്ട്. വാ. എന്നിട്ട് ഓ കറക്റ്റ് അമ്മ.
എടാ അമ്മയുടെ പൊക്കം വെച്ച് കറക്റ്റ് ആയിരുന്നു. അത് പൊക്കം ഒന്ന് പാളി പോയി. പൊട്ടെടുത്തു. കണ്ണുമുറിയല്ലേ കണ്ണുമുറിയല്ലേ. ഓ എന്റെ അമ്മേ, സ്വല്പം സ്വല്പം കഷ്ട. പുട്ടതാ പുട്ടല്ലടാ, പൊട്ട് പൊട്ട്. ഇതാണോ പൊട്ട്? പശു. എടാ എന്നെ പിടിച്ചോണേ, കാല് വയ്യാത്തവനാണേ. അപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക്. ഇതാണോ? അവിടെ തന്നെ ആര് വിളിക്കുന്നു എനിക്കറിയില്ല. പൊട്ട് പൊട്ടുന്ന ഇടയിൽ ഡിസ്റ്റർബ് ചെയ്യാൻ ആരാണെങ്കിലും. ഇതാണ് ഞാൻ പറഞ്ഞ കറക്റ്റ് സ്പോട്ട്. സത്യം പറ, സത്യം പറ. എന്റെ അമ്മ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അയ്യോ അറിഞ്ഞിട്ടില്ല. ദൈവസത്യം ഞാൻ അറിഞ്ഞിട്ടില്ല. എടാ ഞാൻ വിജയിച്ചായിട്ട് അങ്ങ് പ്രഖ്യാപിക്കും. കഴിഞ്ഞല്ലോ പരിപാടി. ശരി വാ. ആ കറക്റ്റ്. അവിടെ കള്ളക്കളിയുടെ രാജാവ്. ആ ഇല്ല തൊട്ടോ. കറക്റ്റ് അത് തന്നെ. ആ കറക്റ്റ്. ഓ തോറ്റടാ, ഞാനും അനന്തും തോറ്റ്. വച്ചാ പറ്റുള്ളൂ. ഒട്ടിക്ക് ഒട്ടിക്ക്. ഓ കറക്റ്റ് അമ്മ. ഹയ്യേ ഹയ്യാ. എടേ ആ വിജയ് അങ്ങ് പ്രഖ്യാപിക്കേ. ശരി വരും. ആ ഇല്ല കാണുന്നില്ല. പൊട്ട് കൊടുക്ക്. ആ വരട്ടെ വരട്ടെ. ആ അത് കേറ്റ്. ആ എത്തി, സ്ഥലം എത്തി. ആ ഓ കറക്റ്റ്. കുഞ്ഞമ്മയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കൈയെടുക്കൂ കൈയെടുക്കൂ. പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താ? വിജയ പ്രഖ്യാപിക്കും. വിജയ്. അതെ ഇതിലൊന്നുമില്ല, ഞാൻ തന്നെയാണ് വിജയ്. പൊട്ടൻ ലോട്ടറി അടിച്ചിരിക്കുകയാണ്. ഞാനാണ് ഇന്നത്തെ വിജയ്. ജയിച്ചവനുള്ള കസേര എങ്ങനെ പ്രൈസ് ഇതായിരിക്കുന്നതേ ഗൈസ്. ഇതിനെ ഗീവ് അവേ കൊടുക്കുന്നുണ്ട്, ഇതിനെ ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. വേണമെന്നുള്ളവർ വന്നാൽ. അതെ അതെ, രാവിലെ മുതൽ രാത്രി വരെ നിർത്താതെ സംസാരിക്കുന്ന ഈ ബൊമ്മ ഗീവ് അവേ കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. ആരെയും മെൻഷൻ ചെയ്യേണ്ട, നേരെ തിരുവനന്തപുരത്ത് എന്റെ വീട്ടിലോട്ട് വന്നാൽ ഇതേ ഇരിക്കുന്നു. അപ്പൊ അടുത്ത് കസേരകളിൽ പങ്കെടുക്കുന്നവർ ടിൻറ്റുമോൾ ബി, ടിൻറ്റുമോൾ ബി, പാച്ചുക്കുട്ടി, അബ്ദുട്ടി, ശുദ്ധുട്ടി, ശുങ്കുടു ആൻഡ് മങ്കുടു. അപ്പൊ ഞാനില്ല, എന്റെ കാല് വയ്യാത്തോണ്ട് ഞാനില്ല. ഞാൻ ക്യാമറ ഇവിടെ സ്റ്റാൻഡ് വയ്ക്കുകയാണ്. ഞാൻ തിരിഞ്ഞു നിന്നിട്ട് പാട്ടിടും. ഞാൻ തിരിഞ്ഞു നിന്നിട്ട് സ്റ്റോപ്പ് പറയുവേ. ഓക്കെ പറഞ്ഞല്ലേ? ആ ശുദ്ധൂട്ടി ഔട്ടായിരിക്കുകയാണ്. കുഞ്ഞമ്മ ഔട്ടായിരിക്കുകയാണ്. ഔട്ടായവർക്ക് ഇങ്ങോട്ട് വരാം. തുടങ്ങിയിരിക്കുകയാണേ. കുഞ്ഞമ്മ പറയണേ സ്റ്റോപ്പ് കേട്ടോ. പോരെ ആ ടിൻറ്റുമോൾ ബി പറക്കുകയാണ് സുഹൃത്തുക്കളെ. ടിൻറ്റുമോൾ ബി ഇതാ. ഓക്കെ ഇല്ലല്ല സ്റ്റോപ്പ് പറഞ്ഞിട്ടില്ല, സ്റ്റോപ്പ് പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? ആ വന്നോളൂ. വരൂ 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 വരൂ, കടന്നു വരും. ഔട്ട് ഔട്ട്. ടിൻറ്റുമോളും സുശീലയും കൂടെ ഉള്ള. ശരി ഇപ്പൊ മറ്റേ റെഡി പോകല്ലേ? രണ്ട് പെണ്ണുങ്ങൾക്കിടയിൽ ഒരാളിൽ നിന്ന് മത്സരിക്കുന്ന നിർണായക നിമിഷത്തിലേക്ക് കടക്കുകയാണ്. വാശിയേറെ മത്സരത്തിനൊടുവിൽ ടിൻറ്റുമോൾ ബിയും
ഡിങ്കു വരൂ. അമ്മയും അമ്മുവാണ് ലാസ്റ്റ് റൗണ്ട്. വാ, ലാസ്റ്റ് റൗണ്ട്. വിഷമത്തിലേ 2 തുണി എടുത്ത് മടക്കി വെക്കുന്നു. ശരി, റെഡി. പടങ്ങി പോവല്ലേ ചിറ്റപ്പ? ചിറ്റപ്പ പടങ്ങി പോയി. റെഡി റെഡി റെഡി. കുഞ്ഞമ്മ പോട്ടെ. അമ്മയും അമ്മുവായിട്ടുള്ള അവസാന ഘട്ട മത്സരത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുക എന്ന് കണ്ടറിയാം. കള്ളത്തരം കാണിക്കില്ലേ അമ്മ? നടക്ക്. തിരിഞ്ഞു വരാൻ പാടില്ല, തിരിഞ്ഞു വരാൻ പാടില്ല. അമ്മ ജയിച്ചിരിക്കുകയാണ്. ടിൻഡു മോൾ വീക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ എന്താണ് തോന്നുന്നത്? സന്തോഷം തോന്നുന്നു. ജയിച്ചല്ലോ. നിങ്ങളെല്ലാം കൂടി എന്നെ ആക്ഷേപിച്ചപ്പോ ഞാൻ ജയിച്ചു. അതെ അതെ അതെ. അപ്പം നമ്മുടെ ജീവിതകാലം മുഴുവൻ കേൾക്കണം. ഓണത്തിന് ജയിച്ചത്. അതെ അതെ അതെ. ലാസ്റ്റ് ഗെയിമിലേക്ക് കടക്കാണ്. ലെമൺ സ്പൂൺ. അപ്പത്തേക്ക് ലൈറ്റ് പോകും. നമ്മുടെ 4 സ്ത്രീ തേജസ്സുകൾ അല്ല സ്ത്രീ. ചിറ്റപ്പൻ വിഷമത്തിൽ തുണി മടക്കാകത്തേക്ക് പോയി. ഞാൻ ഇല്ലാതെ ഒരു ചായ കുടിക്കാൻ പോയി. ഇവിടെ പ്ലേയേഴ്സ് റെഡിയാണ് ഗൈസ്. അവിടുന്ന് അത്തപ്പൂവിൽ ആരാ എത്തുമെന്ന് വെച്ചാ. ഓക്കെ, മതിലിൽ തുടരണം. ഓക്കെ, റെഡി. സ്ത്രീ സൗന്ദര്യങ്ങൾ ആരംഭിക്കുകയാണ്. 1 2 3 സ്റ്റാർട്ട്. ആരാ പോവാ? ആരാ തൊട്ട് ആദ്യം? ആരാ? ഇതാരാ? ഇതാരാ? നിനക്ക് കറക്റ്റ് ആട്ടോ. ബാക്കിൽ വാഴ കറക്റ്റ് കൊലച്ചിരിക്കുന്ന നീ. ഓക്കെ, അപ്പൊ ഇതോടുകൂടി അവസാനിക്കുകയാണ് നമ്മുടെ ഓണക്കളികൾ. അപ്പം നിക്ക് പോലെ പറഞ്ഞല്ലോ. അപ്പൊ അടുത്ത ഇനി വിഷുവിനാണ് നമ്മള് ഉറിയടി ബാക്കിയുള്ള പരിപാടികൾ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞമ്മ? അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മ എത്ര എണ്ണത്തിന് ജയിച്ചു? 3 കളികൾ. ഏതിന്? കസേര കളിക്ക് വിന്നർ. കസേര കളി വിന്നർ. ഓക്കെ, നമ്മുടെ ഫാമിലിയിലേക്കാ. അതെന്താ? നിനക്ക് സുന്ദരിക്ക് പൊട്ടോടല്ലേ? പപ്പാമ്മക്ക് കസേര കളി. ഇതിന് ഞാൻ കൊണ്ടുപോയി. പാറശാല ടീമുകൾ തോറ്റു തുന്നമ്പാടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിണങ്ങി പോയ നിങ്ങളുടെ ഭർത്താവ് എന്ത് ചെയ്യും? ഓക്കെ, അങ്ങനെ ശരി. അപ്പം ജയിച്ചവരൊക്കെ എവിടെ? അമ്മ കൺഗ്രാജുലേഷൻസ്. അമ്മയ്ക്കാണ്. ചിന്നുവിന് കൺഗ്രാജുലേഷൻസ്. നിനക്ക് ഒരു കൺഗ്രാജുലേഷൻസും ഇല്ല. പോക്കോ. അതെങ്ങനെ ശരിയാ? കണ്ടവരല്ല, എല്ലാം കണ്ടതാ. അപ്പം ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് ചിന്നു. ഞാനിവിടെ വരാം. അപ്പം എന്റെ കാല് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങള് അപ്പൊ ആദ്യത്തെ ഓണം അടിപൊളിയായി അല്ലേ? അതെ, അപ്പം നമ്മുടെ ഓണം അടിപൊളിയായിട്ടുണ്ട്. ഓണം മറ്റു പാറശാല. ഇത് 3ാം ഓണത്തിന്റെ അന്നായിരിക്കും ചിലപ്പം വീഡിയോ വരുന്നത്. അതായത് മറ്റന്നാൾ ഇല്ല, നാളെ. അപ്പം താങ്ക് യു. എനിക്ക് വയ്യ കേട്ടോ. ഇനി എന്റെ ചാനലിൽ എന്തെങ്കിലും ഡിലേ ആയിക്കഴിഞ്ഞാൽ ഞാൻ അതൊന്ന് തലയിൽ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ. ഹാപ്പി ഓണം എവരിവൺ. ഇതായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞോണം.